എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വടക്കേ അമേരിക്കയ്ക്കും തെക്കേ അമേരിക്കയ്ക്കും ഇടയിൽ പസഫിക് മഹാസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ ഇന്നേവരെ നടപ്പിലാക്കിയിട്ടുള്ള എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ വലിപ്പമേറിയതും ഏറെ പ്രയാസമേറിയതുമായ ഒന്നാണ്. പക്ഷേ അത് തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഡ്രേക്ക് പാസേജും ഹോൺ മുനമ്പും ചുറ്റിയുള്ള 22,500 കിലോമീറ്റർ ദൈർഘ്യമേറിയ ഒരു ജലപാത ഓർമ്മയാക്കി മാറ്റി. അതിനു പകരം കേവലം 9,500 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു പുതിയ ജലപാത തുറക്കുന്നതിന് കാരണമായി. കപ്പലുകളുടെ സഞ്ചാരത്തിൽ വളരെയേറെ പണച്ചിലവും സമയവും ലാഭിക്കുവാൻ സാധിക്കുന്ന ഈ ജലപാത യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിലുണ്ടായ കഷ്ടപ്പാടുകൾ വളരെയേറെയാണ്. ദുഷ്കരമായ ഭൂപ്രകൃതി, നിബിഡ വനങ്ങൾ, വിഷപ്പാമ്പുകൾ, മനുഷ്യജീവന് ഭീഷണിയാകുന്ന നിരവധി പ്രാണികൾ, മലമ്പനി പരത്തുന്ന കൊതുകുകൾ, മലമ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയവ മൂലമുള്ള നിരവധി തൊഴിലാളികളുടെ മരണം തുടങ്ങി നിരവധി പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും മൂലം ഒരിക്കൽ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് അസാധ്യമെന്ന് കരുതി അവർ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറി. 1880 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ദേശം 30,000 കോടി രൂപ ചിലവാക്കിയും 22,000-ഓളം തൊഴിലാളികളുടെ ജീവൻ ഹോമിച്ചുമാണ് ഫലമില്ലാതെ ഫ്രാൻസ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത്. പക്ഷേ അസാധ്യമെന്ന് കരുതപ്പെട്ട ആ പദ്ധതി ഒടുവിൽ യാഥാർത്ഥ്യമായി തീർന്നു. ചില വ്യക്തികളുടെ നിശ്ചയദാർഢ്യവും പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, തടസ്സങ്ങളിൽ മനസ്സുമടുത്ത് തളർന്ന് പിന്മാറാതെ പ്രയത്നങ്ങൾ തുടരുവാൻ അവർ കാണിച്ച ഇച്ഛാശക്തിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കി തീർത്തത്. 1900-ൽ അമേരിക്ക ആ കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് 1914-ൽ ആ പദ്ധതി യാഥാർത്ഥ്യമായി തീർന്നു. ഈ പദ്ധതിക്കായി അവർക്ക് വളരെയേറെ പണം ചെലവഴിക്കേണ്ടി വന്നു. വളരെയധികം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എങ്കിൽ പോലും ഒരു കാര്യവും അസാധ്യമെന്ന് നാം കരുതേണ്ട ആവശ്യമില്ല എന്നും, മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ, ഇച്ഛാശക്തിക്ക് മുമ്പിൽ തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വഴിമാറുമെന്നും അസാധ്യമെന്ന് കരുതിയവ സാധ്യമാകുമെന്നും ഈ കനാൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നാം യാഥാർത്ഥ്യമാക്കേണ്ട ചില കാര്യങ്ങൾ പനാമ കനാൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അസാധ്യമെന്ന് നാം കരുതുന്ന പല ലക്ഷ്യങ്ങളും നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കുവാൻ സാധിക്കും. ഇന്നലെ അസാധ്യമെന്ന് കരുതപ്പെട്ടിരുന്ന പലതും ഇന്ന് സാധ്യമായി തീർന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക. ഇമ്പോസിബിൾ ഈസ് നോട്ട് എ ഫാക്ട്, ഇറ്റ് ഈസ് ആൻ ഒപ്പീനിയൻ ഓൺലി. 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ആർക്കും 1 മൈൽ ഓട്ടം പൂർത്തിയാക്കുവാൻ സാധിക്കില്ല എന്നും, അപ്രകാരം ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ആ വ്യക്തി ജീവിച്ചിരിക്കുവാൻ സാധ്യതയില്ല എന്നുമാണ് മുൻപുണ്ടായിരുന്നവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ 1954-ൽ റോജർ ബാനിസ്റ്റർ 4 മിനിറ്റിൽ താഴെ സമയമെടുത്ത് 1 മൈൽ ഓട്ടം പൂർത്തിയാക്കി. ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയിച്ചു. അസാധ്യമെന്ന് കരുതിയിരുന്നത് സാധ്യമാണെന്ന് തെളിയിച്ചു. ഇത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അസാധ്യമെന്ന് കരുതുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് എങ്ങനെ സാധ്യമാക്കി തീർക്കാം, അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. 1. ബിലീഫ് ഇൻ യുവർ സെൽഫ്. എനിക്ക് അത് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. വിശ്വാസമുണ്ടെങ്കിലേ ഏത് പ്രയത്നവും ഫലമണിയുകയുള്ളൂ. വിജയിക്കുമോ എന്ന് ആശങ്കയോടെ നാം ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചിലപ്പോൾ പരാജയത്തിലേക്ക് നയിക്കപ്പെട്ടേക്കാം. ക്യാൻ ഐ എന്ന രീതിയിൽ ചിന്തിക്കാതെ ഐ ക്യാൻ എന്ന രീതിയിൽ ചിന്തിക്കുവാൻ പരിശീലിക്കുക. ആ വിശ്വാസം നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറപ്പിച്ചെടുക്കുക. 2. ഐഡന്റിഫൈ ദ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ക്രിയേറ്റ് എ പ്ലാൻ ടു ഓവർകം ഇറ്റ്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഉണ്ടായേക്കാവുന്ന ഒബ്സ്റ്റക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക. അവയെ മറികടക്കുന്നതിന് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാക്കി അവ നടപ്പിലാക്കി ഓരോ ഒബ്സ്റ്റക്കിൾസിനെയും ഓവർകം ചെയ്യുക. അമേരിക്ക പനാമ കനാൽ നിർമ്മാണം എന്ന പദ്ധതി ഏറ്റെടുത്തപ്പോൾ അതിന്റെ യഥാർത്ഥ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണെന്ന് പഠനം നടത്തി അവ മറികടക്കുന്നതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കി. തൊഴിലാളികളെ ബാധിക്കുന്ന മലമ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾക്ക് അവർ പ്രതിവിധി കണ്ടെത്തി. മലമ്പനി പരത്തുന്നത് കൊതുകുകൾ ആണെന്നുള്ള കാര്യം കണ്ടെത്തി അവയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അങ്ങനെ നിരവധി തൊഴിലാളികളുടെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ പനാമ കനാലിലെയും സമുദ്രങ്ങളിലെയും ജലനിരപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനായി
കപ്പലുകൾ കനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പലുകളുടെ മുൻഭാഗം ഉയർത്തുന്നതിനും തിരിച്ചിറങ്ങുമ്പോൾ ജലനിരപ്പ് താഴ്ത്തുന്നതിനും പ്രത്യേക ലോക്ക് സംവിധാനം ആവിഷ്കരിച്ച് അവ നടപ്പിലാക്കി. ഇതുപോലെ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാകുന്ന ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ കണ്ടെത്തി അവയെ ചെറിയ ചെറിയ ഘടകങ്ങളായി തിരിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. 3. ക്രിയേറ്റ് സ്പെസിഫിക് ഗോൾസ് ആൻഡ് സബ് ഗോൾസ്. വ്യക്തമായ ഒരു പ്രവർത്തന പദ്ധതി ഉണ്ടാക്കുക. നമ്മുടെ വലിയ ഗോളുകളെ ചെറിയ ചെറിയ ഗോളുകളായി വിഭജിച്ച് അവ ഓരോന്നായി നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. 4. കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ്. എല്ലായ്പ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക, നല്ല ഉത്സാഹമുള്ളവരായിരിക്കുക. പരാജയഭീതി കീഴടക്കുമ്പോൾ നാം ഇതുവരെ കടന്നു വന്നിട്ടുള്ള വഴികൾ, നാം ഓവർകം ചെയ്തിട്ടുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവയെപ്പറ്റിയൊക്കെ ഓർമ്മിച്ച് ആത്മവിശ്വാസം മനസ്സിൽ നിറയ്ക്കുക. പരാജയ ഭീതി കൂടാതെ മുമ്പോട്ട് പോവുക. അസാധ്യമായവ നമുക്ക് സാധ്യമാക്കി തീർക്കുവാൻ സാധിക്കും. പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു ആപ്തവാക്യം ഇവിടെ പ്രസക്തമാണ്. There is only one thing that makes a dream impossible to achieve. That is the fear of failure. പരാജയ ഭീതിയെ നമ്മുടെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക. ആത്മവിശ്വാസത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുക. അവ യാഥാർത്ഥ്യമാക്കി തീർക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.